അങ്ങനെ നവീകരിച്ച KSRTC എറണാകുളം ബസ് സ്റ്റേഷൻ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. നിരവധി ചർച്ചകൾ നമ്മൾ നടത്തി. അതിൻ്റെ എഞ്ചിനീയറിംഗ് ഡിസൈൻ ഉൾപ്പെടെ അതിൻ്റെ ഹൈറ്റ് കൂട്ടുന്ന ഉൾപ്പെടെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്താണ് ഒരു കൂട്ടായ പ്രവർത്തനമാണ് എന്നുള്ളതാണ് എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇനിയുള്ള ചലഞ്ച് എന്ന് പറയുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വെള്ളം ഒരു വലിയ ഒരു മഴയോ മറ്റോ വരുന്ന സമയത്ത് എന്നാലും മുമ്പുണ്ടായിരുന്ന രീതിയിൽ യാത്രക്കാർക്കൊന്നും ഒരു പ്രശ്നവും വരില്ല. സംരംഭങ്ങൾ ഏറ്റവും മാതൃകാപരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും പൊതുജനത്തിന് യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമസ്കാരം. അങ്ങനെ നവീകരിച്ച KSRTC എറണാകുളം ബസ് സ്റ്റേഷൻ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. ഈ ബസ് സ്റ്റേഷൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ചത് CMD ആയ പ്രമോദ് ശങ്കർ IOFS ആണ്. അദ്ദേഹം മറുനാടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഈ ഒരു നിർമ്മാണം? എല്ലാം താങ്കളുടെ മേൽനോട്ടത്തിലായിരുന്നു. എന്തൊക്കെ പ്രതിസന്ധികൾ താണ്ടിയാണ് ഇത് പൂർത്തിയാക്കിയത്? അല്ല, ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതല്ല, കുറേയേറെ പ്രതിസന്ധികളുണ്ടായിരുന്നു. പക്ഷേ അത് എല്ലാം സമയബന്ധിതമായി തീർപ്പാക്കാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി, അതേപോലെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി, അതേപോലെ ബഹുമാനപ്പെട്ട MLA ഇവരുടെ എല്ലാം നിരന്തരമായിട്ടുള്ള പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ്. പിന്നെ കൂടാതെ തന്നെ ഈ ബാക്കിയുള്ള പല സീനിയറായിട്ടുള്ള ജനപ്രതിനിധികൾ അവരുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഇതിലുണ്ടായിരുന്നു. ഇപ്പോൾ എറണാകുളത്തുള്ള എല്ലാവരെയും ബഹുമാനപ്പെട്ട MP, ബഹുമാനപ്പെട്ട മേയർ, പഴയ കൊച്ചി മേയറായിരുന്ന അനിൽകുമാർ സാർ ഉൾപ്പെടെ എല്ലാവരും ഈ ഒരു സംരംഭത്തിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ടാണ് നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടുമായിട്ടാണ് തന്നത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാനുള്ള ഊർജ്ജം മുകളിൽ നിന്ന് ലഭ്യമാവുകയും KSRTCയുടെ മൊത്തം സ്ട്രീമുകളും ഓപ്പറേറ്റിംഗ്, സിവിൽ, എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സ്ട്രീമുകളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ്. പിന്നെ കുറേയേറെ KSRTCയുടെ പൂർണ്ണമായിട്ട് ചിലവുകളൊന്നും അധികം ചിലവുകളില്ല. ഇത് പരമാവധി ഇപ്പോൾ പുതിയ ബസ് ടെർമിനലിൻ്റെ തന്നെ ബഡ്ജറ്റ് ഫണ്ടാണ് 13 കോടിയുള്ള. ബാക്കി ബഹുമാനപ്പെട്ട MLA ഫണ്ടാണ്. പിന്നെ ബാക്കി പരമാവധി സ്പോൺസർഷിപ്പുമാണ്. ഇപ്പോൾ BPCLൻ്റെ തന്നെ 1 കോടിയോളം രൂപയുടെ സ്പോൺസർഷിപ്പ് വഴിയാണ് ഈ നവീകരണത്തിൽ അവർ തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ജിയോജിത്ത് വഴി ടൈൽസ്, അങ്ങനെയുള്ള അതുകൂടി ടൈം ബൗണ്ടായിട്ട് സംഘടിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ്. പിന്നെ അതേപോലെ PWD തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് അവർ ഈ എറണാകുളത്ത് ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വെള്ളക്കെട്ട് എന്ന് പറയുന്ന പ്രോബ്ലം അത് നമ്മൾ നിരവധി ചർച്ചകൾ നമ്മൾ നടത്തി. അതിൻ്റെ എഞ്ചിനീയറിംഗ് ഡിസൈൻ ഉൾപ്പെടെ അതിൻ്റെ ഹൈറ്റ് കൂട്ടുന്ന ഉൾപ്പെടെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്താണ് ഒരു കൂട്ടായ പ്രവർത്തനമാണ് എന്നുള്ളതാണ് എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത്. എങ്ങനെയാണ് ഇവിടുത്തെ വെള്ളം പുറത്തേക്ക് ഒഴുക്കി കളയുന്നത്? പുറത്തേക്ക് ഒഴിക്കുന്നത് കണ്ടാൽ മനസ്സിലാകും. ഒന്ന്, ഇതിൻ്റെ ഹൈറ്റ് കൂട്ടുകയും അതിനനുസരിച്ച് അപ്പം നമ്മൾ മുകളിലുള്ള റൂഫിൻ്റെ കുറച്ച് കട്ടിങ് ഒക്കെ നടത്തിയിരുന്നു. കുറച്ച് സബ്ജക്റ്റ് എക്സ്പേർട്സിനെയൊക്കെ ഇനിഷ്യലിയുള്ള ആദ്യ മീറ്റിങ്ങുകളിൽ, മന്ത്രിമാരുടെയൊക്കെ ആദ്യ മീറ്റിങ്ങുകളിൽ നമ്മൾ ഇവിടെ വെച്ച് തന്നെ ഇത് നടത്തിയാണ് അതിൻ്റെ ടൈം ബൗണ്ടായിട്ട് പ്ലാനിങ് നടത്തിയത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലുള്ള റൂഫിൻ്റെ കുറച്ച് തട്ടുകയും അതേപോലെ സ്ലോപ്പ് ബസ്സിൻ്റെ നമുക്കിപ്പോൾ നോക്കുമ്പോൾ അറിയാം ആ ഒരു മഴവെള്ളം പോകത്തക്ക രീതിയിലാണ് ആ സ്ലോപ്പ് കട്ട് ചെയ്തത്. പിന്നെ അവിടെ നിന്നുള്ള റീറ്റേണിംഗ് വാൾ ഇങ്ങോട്ട് അവിടെ പകുതി വെച്ചിട്ട് അത് കട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങോട്ടുള്ള ഫ്ലോ മുറിഞ്ഞു. അപ്പോൾ ഇനിയുള്ള ചലഞ്ച് എന്ന് പറയുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വെള്ളം ഒരു വലിയ ഒരു മഴയോ മറ്റോ വരുന്ന സമയത്ത് എന്നാലും മുമ്പുണ്ടായിരുന്ന രീതിയിൽ യാത്രക്കാർക്കൊന്നും ഒരു പ്രശ്നവും വരില്ല. പിന്നെ അങ്ങോട്ടുള്ള ഒരു ചെറിയ ചലഞ്ച്, അതിൻ്റെ ഒരു സംഭവിച്ചിട്ട് ഈ വെള്ളം പമ്പ് ചെയ്ത് ഈ കൂടുതൽ എക്സസ് ആയിട്ടുള്ള വെള്ളം അടിച്ച് കളയേണ്ട ആ ഒരു കാര്യം മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷേ അല്ലാതെ ഒരു വെള്ളക്കെട്ട് എന്ന് പറയുന്ന ആ ഒരു ഇതിന് പരിഹാരമുണ്ടാവുകയും ബാക്കി ഇവിടെയുള്ള നമ്മളിവിടെ നോക്കിയാൽ മതി, ഇന്ന് തന്നെ ഉദ്ഘാടനം ചെയ്ത സംരംഭങ്ങൾ ഏറ്റവും മാതൃകാപരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും പൊതുജനത്തിന് യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി ബാക്കിയുണ്ടായിരുന്ന ഒരു എയർ കണ്ടീഷൻഡ് റെസ്റ്റ് റൂം, ക്രൂവിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ്, എസ്പെഷ്യലി ലേഡീസ് സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് അതും സ്പോൺസർഷിപ്പിലൂടെ ഒരാളെ കിട്ടിയിട്ടുണ്ട്. അത് ഒരു 1-2 മാസം കൊണ്ട് അതും കംപ്ലീറ്റ് ചെയ്യും. അപ്പം പരിപൂർണ്ണമാവും. അതിൻ്റെ IITയിലെ സുഹൃത്തുക്കളും സഹായിച്ചു അല്ലേ? അത് തുടക്കത്തിൽ അവർ വന്നിരുന്നു, മിനിസ്റ്ററെ കണ്ടിട്ട്. അത് പുതിയ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ? ജനങ്ങൾക്ക് നമ്മൾ ഒന്നും ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ മതി, മനസ്സിലാവും. ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ ഏറ്റവും അവസാനം നമ്മൾ കണ്ട ഡിജി ക്ലോക്ക് റൂം,
അത് നമ്മൾ ഒരു മാസം മുമ്പ് സ്റ്റേറ്റ് വൈഡ് ഇനാഗുറേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു യൂണിറ്റാണ് ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ ആരോഗ്യ ക്വിക്കായിട്ടുള്ള ഒരു ചെക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം അവിടെ ഒരുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫാമിലി വെയിറ്റിംഗ് റൂം അത് ഓൾറെഡി ഇനാഗുറേറ്റ് ചെയ്തതാണ്. അത് വണ്ടർലയാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ലേഡീസ് വെയിറ്റിംഗ് റൂം നമ്മളവിടെ ഇതായിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് മറ്റേ സുലഭിൻ്റെ കീഴിൽ നമ്മളൊരു ഇത് റെസ്റ്റ് റൂമുകൾ അത് വളരെ മോശമായ അവസ്ഥയിലായിരുന്നു. പലപ്പോഴും ലീക്കേജൊക്കെ വരികയും പൊട്ടിപ്പൊളിയുകയും ചെയ്യുന്ന അവസ്ഥയിലാണ്. അതിപ്പം പൂർണ്ണമായിട്ട് മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മളവിടെ ഇപ്പോൾ കാണുമ്പോൾ അറിയാം. ഏറ്റവും വളരെ വൃത്തിയായ രീതിയിലാണ് അത് സൂചിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ അവസാനം കണ്ട് നിങ്ങളൊരു സെൽഫി പോയിൻ്റ് കൂടി വരുന്നവർക്ക് ഒരു സന്തോഷമായിട്ടിരിക്കുന്നതിനും പിന്നെ പബ്ലിക് അനൗൺസ്മെൻറ്റ് സിസ്റ്റം അത് 2 വേ കമ്മ്യൂണിക്കേഷനാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടും പുറത്തു നിന്ന് അങ്ങോട്ടും പറയത്തക്ക രീതിയിൽ. ഇനി അവിടെ ബാക്കിയുള്ള ഒരു പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റം അത് നമ്മൾ ഇവിടെ തമ്പാനൂരും ബാക്കി കുറേ സ്ഥലങ്ങളിലും വച്ചു കഴിഞ്ഞു. മലപ്പുറത്ത് വെച്ചു, തമ്പാനൂർ കുറേ സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവിടെയും അതുകൂടി വയ്ക്കും. പിന്നെ ഈ മാതൃഭൂമിയുടെ ഒരു കൗണ്ടർ കൂടി അവിടെ വെച്ചിട്ടുണ്ട്. അവിടെയും യാത്രക്കാർക്ക് ഇരിക്കുന്നതിനും അതേപോലെ പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം കൂടി നമ്മളത് ചെയ്യുകയാണ്. ചെയ്യാം. പിന്നെ വെൻഡിങ് മെഷീൻ അത് വിട്ടുപോയി, അതും വന്നിട്ടുണ്ട്. വെൻഡിങ് മെഷീൻ അതായത് എനിക്ക് തോന്നുന്നത് ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടാവും യാത്രക്കാർക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള എല്ലാ രീതിയിലും എല്ലാ രീതിയിലും. അത് അവർ പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ ATO ആണ്. പിന്നെ അതേപോലെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ആണ് അവർ രണ്ടുപേരും. പിന്നെ നമ്മുടെ വിജിലൻസ് ഓഫീസർ ഉൾപ്പെടെ ഇവരുടെ എല്ലാവരുടെയും ഒരു വളരെയധികം ഹാർഡ് വർക്ക്. പിന്നെ നമ്മുടെ BTCയുടെ കോർഡിനേറ്റർ സന്തോഷ്, ഇവരുടെ ജനറൽ സി ഉണ്ട് ഇവരുടെ എല്ലാം. പിന്നെ നമ്മുടെ സൂപ്രണ്ടന്റുമാരുണ്ട്, ഇഷ്ടംപോലെ പേരുണ്ട്. അവരുടെ എല്ലാം ശരിക്കും ഇവിടുത്തെ ഒരു ടീം ഒരു അത്ഭുതമാണ് കേരളത്തിൽ. പിന്നെ പ്രത്യേകിച്ച് യൂണിയൻ പ്രതിനിധികളെല്ലാം എന്താണെന്ന് പറഞ്ഞൂടെ ഇവിടെ വേറെ യാതൊരു വഴക്കുമില്ല. എല്ലാവർക്കും ഈ ഒരൊറ്റ പർപ്പസായിരുന്നു. അതൊരു യൂണിറ്റിയുടെ ഒരു വിജയം കൂടിയാണ്. അവരുടെ എല്ലാം വിജയമാണ് ഇത്. ശരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു വിജയമായിട്ടാണ് നമ്മളിതിനെ വിലയിരുത്തുന്നത് എന്നുള്ള. CMD എങ്ങനെയുണ്ട്? പറയാറുണ്ട്, ഞങ്ങളുടെ മുത്തല്ലേ. ഞങ്ങളുടെ ഒരു ന്യൂ ജെൻ CMD തീർച്ചയായും വളരെ ഹാപ്പിയാണ്. നമുക്ക് എന്ത് കാര്യവും സാറിനോട് സംസാരിക്കാനും എന്ത് കാര്യവും ഒരു സുഹൃത്തെന്ന നിലയിൽ നമുക്ക് ഇടപഴകാം അദ്ദേഹത്തോട്. സാറിനോട് നമ്മൾ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ സാർ അപ്പോൾ തന്നെ വളരെ കാര്യമായിട്ട് തന്നെ അതിന് മറുപടി പറയും. കറക്റ്റായിട്ട് തന്നെ ഉള്ള മറുപടി വരും. കൊച്ചിയിൽ നിന്നും R. പീയൂഷ്, മറുനാടൻ മലയാളി.